ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ലാലേട്ടന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏത്തപ്പഴം ഡിസേർട്ടാണ് ഉണ്ടാക്കുന്നത്, ഐസ്ക്രീം ഡിസേർട്ട്. അപ്പോൾ ഇതിനകത്ത് ഏത്തപ്പഴം വേണം, പിന്നെ തേൻ വേണം. തേൻ ഇത് നല്ല ശുദ്ധമായ തേനാണ്, ഇടുക്കിന്ന് വാങ്ങിയതാണ്. പിന്നെ നെയ്യ് വേണം, തേങ്ങ ചുരണ്ടിയത് കുറച്ച് വേണം, പിന്നെ ശർക്കരപ്പൊടി വേണം, പിന്നെ ഐസ്ക്രീം വേണം. ഐസ്ക്രീം ഫ്രിഡ്ജിലുണ്ട്, അത് നമുക്ക് സമയത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. മോഹൻലാലിൻ്റെ ഫേവറേറ്റ് ആണെന്നാണ് യൂട്യൂബിലൊക്കെ എല്ലാവരും ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാണേ. ഓക്കെ. പഴം നല്ല പഴുത്ത പഴം വേണം കേട്ടോ, ഒരുവിധം. അത് കനം കുറഞ്ഞിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മാതിരി സ്ലൈസ് ചെയ്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമുക്കൊരു തവ ചൂടാക്കാൻ വയ്ക്കാമേ. തവ ചൂടായി കഴിയുമ്പോൾ നെയ്യ് ഒഴിക്കാം. ബട്ടർ ഇടാം, ബട്ടർ ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ നെയ്യ് ഒഴിക്കുന്നത്. ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. മറച്ചിട്ട് നോക്കാം. മറച്ചിടണേ, ആയി വരുന്നേ ഉള്ളൂ. ഒന്നുകൂടെ തിരിച്ച് മറച്ചിടുമ്പോൾ ഒരു നന്നായിട്ട് മൊരിയണം അത് ശരി. ഒരുവിധം അതിന് നോക്കി ശർക്കരപ്പൊടി ഇടാം. കുറച്ചേ ഇടുന്നുള്ളൂ, ഇതിന് തന്നെ മധുരമുണ്ട്, അപ്പോൾ കുറച്ചേ ഇടുന്നുള്ളേ. ഇനി കുറച്ച് തേങ്ങ ചുരണ്ടിയത്. നമുക്കത് പ്ലേറ്റിലേക്ക് ഇടാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഐസ്ക്രീം ഇടാം. ഞാനിപ്പോൾ ഇതിനകത്ത് ബട്ടർ സ്കോച്ച് ആയിരുന്നു. എൻ്റെ ഇഷ്ടം ബട്ടർ സ്കോച്ചാണ്. ഫേവറേറ്റ് ഐസ്ക്രീമാണ് എനിക്ക് ബട്ടർ സ്കോച്ച്. നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ ഹണിയും കൂടെ ഒന്ന് ഇരിക്കാം. നമ്മുടെ ലാലേട്ടൻ്റെ ഫേമസ് ഡിസേർട്ടായ ബനാന ഐസ്ക്രീം ഡിസേർട്ടാണ് ഉണ്ടാക്കി സക്സസ് ആയി. നല്ലതാണ്.
നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എല്ലാം കറക്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഡെസേർട്ടാണിത്. പിന്നെ ഐസ്ക്രീം നമ്മൾ വാങ്ങിച്ചു വെക്കണം. അത് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കുക. ഞാൻ എന്ത് ചെയ്ത് ഐസ്ക്രീമും നിങ്ങളുടെ ഒന്ന് കഴിച്ച് കാണിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പഴം പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ ഐസ്ക്രീം ആണെങ്കിൽ അതിലും ഇഷ്ടമുള്ള. അപ്പോൾ അത് രണ്ടും കൂടെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ തേനും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു ഡെസേർട്ടാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പം ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ പഴവും വേണം, ഐസ്ക്രീമും വേണം. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവം തന്നെ, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വേഗം കൊടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. ഓക്കെ, താങ്ക് യു.